കോഴിക്കോട് കിനാലൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തലയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി. കിനാലൂർ സ്വദേശി ബാബുരാജിന്റെ വീട്ടുമുറ്റത്താണ് ബീഹാർ സ്വദേശി സുജോയ് മണ്ഡലയെ കണ്ടെത്തിയത്. ഇയാളുടെ കൈവശം സ്ത്രീയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. മദ്യപിച്ച് വഴിതെറ്റിയെത്തിയെന്നാണ് സംശയം. ഗോകുൽ കെ വേണുഗോപാലുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ഗോകുൽ, ഈ മദ്യപിച്ച് വഴിതെറ്റിയതൊക്കെ, പക്ഷേ ഈ കയ്യിൽ രക്തം പുരണ്ട വസ്ത്രങ്ങൾ, അതൊരു ദുരൂഹതയുണ്ടോ? ഇന്ന് രാവിലെയാണ് സംഭവം. കിനാരൂരിലെ പാറതലക്കൽ ബാബുരാജിന്റെ വീട്ടുവളപ്പിലാണ് ഇത്തരത്തിൽ സുജയ് മണ്ഡല എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. പിന്നീട് നാട്ടുകാർ വിവരമറിയിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഇയാൾ സുഹൃത്തുക്കളുമൊത്ത് കഴിഞ്ഞ ദിവസം മദ്യപിച്ചിരുന്നു. മദ്യപിച്ചതിന് ശേഷം ലക്കുകെട്ട് അബോധാവസ്ഥയിലായിട്ട് വഴിതെറ്റി ഈ വീട്ടിലേക്ക് എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യപിച്ചതിന് ശേഷം നടന്നു വരുന്നതിനിടയിൽ നിലത്ത് വീഴുകയും ശരീരത്തിൽ പൊട്ടലുണ്ടാവുകയും ചെയ്തു. പിന്നീട് ഇത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ ശേഖരിച്ചതാണ് ഇതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. ഇപ്പോഴും അയാൾ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ തുടരുകയാണ്. ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ബാലുശ്ശേരി കിനാരൂരിൽ തന്നെയുള്ള ഒരു ചെരുപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. സുഹൃത്തുക്കളുമൊത്ത് മദ്യപിച്ചതിന് ശേഷം ലക്കുകെട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാവാതെ വഴിതെറ്റി വീട്ടിലെത്തിയതാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട്. ഗൂഗിൾ ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് വഴിതെറ്റിയ അതിഥി തൊഴിലാളി എത്തിയതൊരു വീട്ടിൻ്റെ മുറ്റത്താണ്. ഏതായാലും അവിടെ എല്ലാവർക്കും ആശങ്കയുയർത്തുന്ന തരത്തിൽ മുറിവുകളും അല്ലെങ്കിൽ രക്തം പുരണ്ട വസ്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് എത്തിയത്. പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബാലുശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.